കെ രാഘവൻ ടീം കണ്ണൂരിൽ പിടിമുറുക്കുന്നത് തടയാൻ കിട്ടിയത് ഒന്നാന്തരം ആയുധം. രാഘവൻ ഒറ്റപ്പെടുകയാണ് മാടായി കോളേജ് കോഴ വിവാദത്തിൽ. അച്ചടക്ക നടപടിയെന്ന് DCC. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മാടായി കോളേജിൽ കോഴ വാങ്ങി 2 DYFI പ്രവർത്തകർക്ക് നിയമനം നൽകിയെന്ന ആരോപണം ശക്തമായതോടെ കെ രാഘവൻ MPക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കണ്ണൂർ DCC ഇത് സംബന്ധിച്ച് KPCCക്ക് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മാർട്ടിൻ ജോൺ കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ KPCC അധ്യക്ഷൻ K സുധാകരനോട് രാഘവനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കെ രാഘവന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 2 DYFI പ്രവർത്തകരെ കോളേജിൽ നിയമിച്ച വിവാദമാണ് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിക്ക് കാരണമായത്. ഇതോടെ KPCC അധ്യക്ഷൻ K സുധാകരന്റെ വിശ്വസ്തൻ അടങ്ങുന്ന DCC നേതൃത്വവും ശശി തരൂരിനെ അനുകൂലിക്കുന്ന കെ രാഘവനുമായി പരസ്യ പോരിലേക്ക് കടന്നിരിക്കുകയാണ്. കുറെ കാലമായി സ്വന്തം നാട്ടിൽ വേരുറപ്പിക്കാൻ കഴിയാത്ത നേതാവാണ് കെ രാഘവൻ. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ സ്വന്തം നാട്ടിൽ പോലുമുള്ളൂ. കെ രാഘവൻ നിയമനത്തിനായി DYFIക്കാരിൽ നിന്നും കോഴ വാങ്ങിയെന്ന ആരോപണമാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. നിയമനകാര്യം പാർട്ടിയെ അറിയിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. നിയമനത്തിനായി കോഴ വാങ്ങിയ ആരോപണം അന്വേഷിക്കണമെന്ന് DCC KPCC അധ്യക്ഷനായ K സുധാകരന് കത്തു നൽകിയിട്ടുണ്ട്. മാടായി കോളേജ് ഭരിക്കുന്ന പ്രിയദർശിനി ട്രസ്റ്റിന് ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് DCCയുടെ ആവശ്യം. രാഘവനെതിരായ പ്രതിഷേധത്തിന് പിന്നിൽ K സുധാകരൻ അനുകൂലികളായ DCC നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നതോടെ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് K രാഘവൻ. ശശി തരൂരിന്റെ ഗ്രൂപ്പുകാരനായ കെ രാഘവൻ കണ്ണൂരിൽ പിടിമുറുക്കുന്നത് തടയാനാണ് സുധാകര വിഭാഗത്തിന്റെ നീക്കമെന്ന ആരോപണവും ഇതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട്. മാടായി കോളേജ് നിയമന വിവാദത്തിൽ കെ രാഘവൻ MPക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് K സുധാകരനെ അനുകൂലിക്കുന്ന ജില്ലയിലെ കോൺഗ്രസിന്റെ നീക്കം. ശശി തരൂരും കെ രാഘവനും നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം കണ്ണൂരിൽ അടുത്ത കാലത്തായി സ്വാധീനമുറപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. മാടായി കോളേജ് വിവാദം ആളിക്കത്തിച്ച് ഇതിന് തടയിടുകയാണ് K സുധാകര വിഭാഗത്തിന്റെ ലക്ഷ്യം. സുധാകര ഗ്രൂപ്പിലുള്ള DCC ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത്, DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ തുടങ്ങിയവരാണ് കെ രാഘവനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ ഇതിനെയെല്ലാം പൊരുതി തോൽപ്പിക്കാൻ തന്നെയാണ് കെ രാഘവന്റെ നീക്കങ്ങളും. പ്രവർത്തകരെ ഇളക്കിവിടുന്നത് ആരാണെന്ന് തനിക്കറിയാമെന്നായിരുന്നു K സുധാകരനെ ഉന്നം വെച്ചുകൊണ്ടുള്ള കെ രാഘവന്റെ പ്രതികരണം. വിവാദവുമായി ബന്ധപ്പെട്ട് കോളേജ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ രാഘവന്റെ ബന്ധു ഉൾപ്പെടെ 5 പേരെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിലുള്ള വെറുപ്പും കെ രാഘവൻ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാഘവൻ കോഴ വാങ്ങി പാർട്ടി എതിരാളികളെ കോൺഗ്രസ് നിയന്ത്രണത്തിൽ സ്ഥാപനത്തിൽ നിയമിച്ചുവെന്ന ആരോപണം ഹൈക്കമാൻഡിന്റെ മുൻപിൽ എത്തിക്കാനും ചില കോൺഗ്രസ് നേതാക്കൾ അണിയറ നീക്കം നടത്തുന്നുണ്ട്. ഇതോടെ കണ്ണൂരിൽ കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ് രാഘവന്റെ സ്ഥിതി. അതിനിടെ മാടായി കോളേജ് നിയമന വിവാദത്തിൽ കെ രാഘവന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് കുഞ്ഞിമംഗലം ടൗണിൽ നടന്ന പ്രകടനം കുതിരുമ്മലിലുള്ള രാഘവന്റെ വീട്ടിലേക്കായിരുന്നു. രാഘവന്റെ പ്രതീകാത്മക കോലവുമെടുത്താണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 100ഓളം പ്രവർത്തകർ കെ രാഘവൻ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ചുവെന്ന മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കാട്ടുകള്ള കെ രാഘവ, നിന്നെ ഇനിയും റോഡിൽ തടയും എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു പറഞ്ഞത്. കെ രാഘവന്റെ വീടിന് മുൻപിൽ പോലീസ് പ്രകടനം തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ രാഘവന്റെ കോലം വീടിന് മുൻപിൽ വെച്ച് തന്നെ കത്തിച്ചു. നേരത്തെ കെ രാഘവനെ തടഞ്ഞ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടിയും DYFI പ്രവർത്തകർക്ക് കോൺഗ്രസ് നിയന്ത്രണ സൊസൈറ്റി ഭരിക്കുന്ന മാടായി കോളേജിൽ DYFI പ്രവർത്തകരായ 2 പേർക്ക് ജോലി കൊടുത്ത നടപടി പിൻവലിക്കുമെന്ന് DCC പ്രസിഡന്റ് വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പാക്കാതെ വഞ്ചിച്ചുവെന്ന് കുഞ്ഞിമംഗലം ബ്ലോക്ക് ഭാരവാഹികളും പ്രവർത്തകരും ആരോപിച്ചു.